ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൂളിംഗ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിപ്പായസമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇതിനായി ചൂടായൊരു കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 150 ഗ്രാം ഉണക്കലരി ചേർക്കുക. അതിനുശേഷം അരി നല്ലവണ്ണം നെയ്യിൽ വഴറ്റിയെടുക്കുക. ഇത് ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇത് നല്ലവണ്ണം വഴറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ അടിയുന്നത് വരെ ഇത് വേവിക്കുക. ഇപ്പോൾ ഇതാ 2 വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 50 ഗ്രാം പഞ്ചസാര ഇട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലിടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുവാൻ കുറച്ച് സമയമെടുക്കും. അതിന് ക്ഷമയോടുകൂടി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പഞ്ചസാര കാരമലൈസ് ചെയ്താണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. പഞ്ചസാര കാരമലൈസ് ആയതിനു ശേഷം 1.5 പേക്ക് പാലൊഴിക്കുക. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഈ ഒരു സമയം തീ ഹൈ ഫ്ലെയിമിലാക്കി പാല് തിളയ്ക്കുന്നവരെ ഇളക്കി കൊടുക്കുക. പാലിപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉണക്കലരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാലും അരിയും കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക.
ഇനി ഈ പാലിൽ കിടന്ന് അരി നല്ലവണ്ണം വെന്ത് കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അരി നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചതിൽ നിന്ന് 1 ഗ്ലാസ് പാലും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഏറ്റവും അവസാനം ഇതിലേക്ക് നെയ്യിൽ വഴറ്റിയെടുത്ത കിസ്മിസും കൂടി ചേർക്കുക. ഇതാ നമുക്ക് വളരെ സ്വാദിഷ്ടമായ അരിപ്പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.